കർത്താസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബദാം ബർഫി. ദീപാവലിയൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഒരു ഭയങ്കര സിമ്പിളായിട്ട് 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ബർഫിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുഞ്ഞി ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ്, അതായത് ഈ ബൗളിൽ ഒരു 1/4 ബൗളേ ഉള്ളൂ. എൻ്റെ മെഷർമെൻറ്റ് ഈ ബൗളാണ്. അപ്പോൾ ഇതിലൊരു 1/4 ഗ്ലാസ് വെള്ളം, അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇട്ട് അതിനെ ഇങ്ങനെ ഈ കമ്പി പരുവാക്കണം. അപ്പോഴാണ് ഇതിടുന്നത്. ഇതിൽ കുറച്ച് ഞാൻ 1 കപ്പ് ബദാം അതിനെ ചൂടാക്കി വെള്ളത്തിലിട്ട് കഴുകി ഒരു 2 hours വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതൊന്ന് അരച്ചെടുത്തു. കുറച്ച് പാലൊഴിച്ച് അരച്ചെടുത്തു. 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടാവും, അത് അരച്ചെടുത്തു. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം. ഇത് 1/4 കപ്പ് പഞ്ചസാര ഇതിലിടുന്നു. ഇതൊന്ന് ഒരു കമ്പി പരുവം, അതായത് ഇങ്ങനെ ആവണം. ആ പരുവാകുമ്പോൾ നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഗുജറാത്തികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റുകളിലൊന്നാണിത്. പിന്നെ കാജു കത്രി പറയും, അതായത് കശുവണ്ടിയുടെ ഇതേ സ്റ്റൈലിൽ കശുവണ്ടി ഉണ്ടാക്കും. കാഷ്നട്ട് ബർഫി, അതിന് ഇവിടെ പറയുക കാജു കത്രി എന്നാണ്. അതാണ് ഭയങ്കര ഫേമസ്. ഏറ്റവും കൂടുതൽ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന നാടുകളാണല്ലോ ഈ നോർത്തിലൊക്കെ. അവർ ദീപാവലിക്കാണ് സ്വീറ്റ്സും നംകീൻ, അതായത് ഉപ്പും എരിവുമുള്ള കുറേ എന്താ പറയുക സേവും അതും ഇതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമുക്കിത് അങ്ങനെ അതാവുമ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ആയിട്ടില്ല. അത് നമുക്ക് നോക്കേണ്ടി വരും, അങ്ങനെ എത്ര നേരം കൊണ്ടാവണമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ആയിട്ടില്ല, ഇത്തിരി കൂടി കഴിഞ്ഞാൽ ചെറിയൊരു പശ പോലെയായി. അങ്ങനെ ആകുമ്പോഴേ ഈ ബർഫി അതിൽ നല്ലോണം സ്റ്റിക്കായിരിക്കും. ഈ ബർഫി ഉണ്ടാക്കുമ്പോഴേ ഈ അരച്ചതായിടുമ്പോൾ പാകം എന്തായാലും ഇത് നല്ലപോലെ ഇളക്കി, അല്ലെങ്കിൽ അത് അടിപ്പിച്ചാലോ ആവുന്നു. ഒരു 2-3 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് നോക്കണം. നെയ്യും വളരെ കുറച്ച് മതി. ഈ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ മതി നെയ്യ് കുറയുന്നത്. നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം, പക്ഷേ ബർഫിയൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് കുറച്ച് നെയ്യ് കുറച്ചാലും നല്ലതാണ്. കുറച്ചായി തുടങ്ങി ഇങ്ങനെ ഇതുപോലെ വരണം. ഇനി നമുക്കിത് ചേർക്കാം. ഇത് കുറച്ച് പാലൊഴിച്ച്, ഒരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് 1 കപ്പ് ഈ ബദാം ഞാൻ 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് അത് അരച്ച് അതിൻ്റെ തൊലി കളഞ്ഞു, എന്നിട്ട് അരച്ചെടുത്തു. ഇനി നല്ലോണം വരട്ടണം. വരട്ടാനാണ് കുറച്ച് സമയം എടുക്കുക. ഇനി നമ്മളൊരു 3 മിനിറ്റോളമായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ ഒരേപോലെ എല്ലായിടത്തും അത് വേവാൻ വേണ്ടിയിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശരിക്കും വേണമെങ്കിൽ ഇത് നല്ലപോലെ വെള്ളമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അത് പൊടിച്ചെടുത്തിട്ടുണ്ടാക്കുമ്പോൾ ഇത്രയും നമുക്ക് സമയം എടുക്കില്ല. ഇത് ഞാൻ കുറച്ച് പാലൊഴിച്ച് അരയ്ക്കാൻ കാരണം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പാലിൻ്റെ കൂടി ഒരു ടേസ്റ്റ് വരുമ്പോൾ ശരിക്കും ആ ബർഫിക്ക് പാൽ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് വരും. ഇതിൽ വേണമെങ്കിൽ ഇതിടാം, എന്താ പറയുക, ഏലക്കായ ഇടാം. ഏലക്കായ ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ഇത് ഏതാണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അങ്ങനെ ഡ്രൈ ആവണം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം.
2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യിലൊന്നും ഉണ്ടാക്കേണ്ട ഒരു സ്വീറ്റല്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് നേരം ഇളക്കി എനിക്കുള്ളൊരു എല്ലാം കൂടി ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കി വരാൻ. നല്ല ടേസ്റ്റിയാണ്. ഇതന്നെ ഇതുപോലെ തന്നെ കാഷ്നട്ടും ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിൽ വേണമെന്നുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ തന്നെ ഒന്ന് പൊടിച്ചിടേ നമുക്ക് ഷേപ്പിലെടുക്കാവുന്നതല്ലേ. അല്ല, നെയ്യ് ഒഴിച്ചത് കാണാനില്ല, എല്ലാം പറ്റിപ്പോയി. ഇനിയും വേണമെങ്കിൽ ഒഴിക്കാട്ടോ നെയ്യിൻ്റെ സ്വാദിഷ്ടമുള്ളവർക്ക് ഇനിയും നെയ്യ് ഒഴിക്കാം. നെയ്യും പാലും പഞ്ചസാരയും ബദാമൊക്കെ ഒക്കെ ടേസ്റ്റി സാധനങ്ങളാണ്. ഇങ്ങനെ ഇളക്കി നല്ലപോലെ ഇളക്കി കരിയാത്ത രീതിയിൽ ഒരു മീഡിയം ഇതിൽ വെച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരി കുറച്ചും കൂടി ആയിക്കോട്ടെ. എന്നാലും നമുക്കിത് പ്ലേറ്റിലിട്ട് പ്ലേറ്റിൽ ഞാൻ നെയ്യ് ഒഴിച്ച് കുട്ടി പ്ലേറ്റ് എടുത്തിരിക്കണേ. ആ കുട്ടി പ്ലേറ്റിൽ നെയ്യ് ഒഴിച്ച് അതിനെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുക. അതിൽ ഇതിട്ടിട്ട് നമുക്കതിനെ ഒന്ന് തട്ടി മുറിച്ചെടുക്കാം. പക്ഷേ ഇനി ആയിട്ടില്ല, ഇനിയാവാണ്. നല്ലപോലെ ഡ്രൈ ആണ്. ഇങ്ങനെ ഇതുപോലെ കാണരുത്. ഒരു 5 മിനിറ്റ് ഞാൻ പിന്നെയും ഇളക്കി ഇതുപോലെ ഇതുപോലെ ആയിട്ട് ഞാൻ ഒന്നും കൂടി 1 സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കുക കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമ്മളത് സ്പ്രെഡ് ചെയ്യുമ്പോഴും ഒന്ന് ഒട്ടാണ്ടിരിക്കണ്ടേ. ഇതിപ്പോൾ ഇത്രയും സമയം എടുക്കാൻ കാരണം പൊടിച്ചിടുകയാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല. ഇത് ഞാൻ പാലിൽ അരച്ച് ഒഴിക്കുകയല്ലേ ചെയ്തേ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പാലിൻ്റെ അംശമൊക്കെ പോയാലേ ഇത് ഡ്രൈ ആവുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുക. അല്ലെങ്കിൽ അധികം സമയം എടുക്കില്ല. ഡ്രൈ പൊടിയാണെങ്കിൽ പെട്ടെന്നാവും. ബദാമിൻ്റെ പൊടിയാണ്. എന്താ ഇത്രയും മതി, നമ്മുടെ ആവശ്യമുള്ളൂ. എത്രത്തോളം ഡ്രൈ ആക്കണോ അത്രയും അത് സോഫ്റ്റുമാവും. ഏതാണ്ട് എനിക്കൊരു 6-7 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. 5 മിനിറ്റ് അപ്പോൾ എടുക്കും ഇതുണ്ടാക്കാനായിട്ട്. ഇതിങ്ങനെ അരച്ചെടുത്തോണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കഴിയും. നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇടണം. ചെറിയ പ്ലേറ്റ് എടുക്കാൻ കാരണം ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ, അത് കാരണം. കുറച്ച് വലിപ്പമുള്ള ബർഫി കിട്ടും ഇങ്ങനെയാകുമ്പോൾ. കുറച്ച് കട്ടിയുണ്ടാവും. ഇപ്പോഴേ തന്നെ ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ തണുത്ത് വരുമ്പോൾ നല്ല ബർഫിയാവും. പിന്നെ പ്ലേറ്റിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഒരു 4 ചേരുവ വെള്ളം കൂടി കൂട്ടിയിട്ട് 4 ചേരുവയുടെ ബർഫി റെഡി. നിങ്ങൾ പൊടിച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഇനി അരയ്ക്കുമ്പോൾ കുറച്ച് സമയം ഇളക്കണം. അപ്പോൾ പൊടിച്ചുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബദാം വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞു, ഡ്രൈ ആക്കി ഞാൻ റോസ്റ്റ് ചെയ്തു. എന്നിട്ടാണ് അരച്ചെടുത്തത്. അതിന് പകരം നിങ്ങൾ പൊടിച്ചെടുക്കും. അപ്പോൾ അത് കാരണം ഇതിൽ ചെറിയ പീസസ് കാണുന്നുണ്ട് അരച്ച കാരണം. അങ്ങനെ പീസൊന്നും വരണ്ട കേട്ടോ. പൊടിയാണെങ്കിൽ അതൊന്നും വരില്ല. നല്ലപോലെ നൈസായിട്ട് പൊടിയായ വേഗം ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ഇത് വെച്ചൊന്ന് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് മുറിച്ചെടുക്കാം. നമ്മുടെ സുക്കടിയൊക്കെ പോലെ. ഇത്തവണത്തെ ദീപാവലിക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.